evening. സന്ധ്യാവന്ദനം നിങ്ങൾക്കെല്ലാവർക്കും. It's a joy again just to be with you for the last night. നിങ്ങളോടൊപ്പം കഴിഞ്ഞ രാത്രികാലം ആയിരിക്കാൻ സഹായിച്ചു. I will be going home. രാത്രിയിൽ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ Now I got few minutes, so I'm going to be running. So if you didn't hear me, buy the DVD. നിങ്ങൾ ഇനി അല്പം മാത്രമേ സമയമേ ഉള്ളൂ, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I will probably deviate from what I wanted to share with you tonight. ഇന്ന് രാത്രികാലം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചതിൽ നിന്ന് അല്പം വ്യതിചലിച്ച് മറ്റൊരു ഭാഗത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I wanted to teach on releasing the anointing for function. ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ അഭിഷേകത്തെ സ്വാതന്ത്ര്യമാക്കി തീർക്കുക എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. But time will not permit to do that kind of teaching. ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സമയം അനുവദിക്കുന്നില്ല. Because it's not just teaching, but also you need to release as the teaching will dictate. പഠിപ്പിച്ചത് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം, അതിനായിട്ട് സമയം ആവശ്യമാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് ഞാൻ പോകുന്നില്ല. Thanks again to the oversight of the conference and the overseer of Kerala State. ഇന്ന് രാത്രികാലം ഈ മഹാസമ്മേളനത്തെ ഓർത്തും ഇതിന്റെ അധ്യക്ഷനും ഇതിന്റെ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ജെയിംസ് സാറിനുമുള്ള നന്ദി അറിയിക്കുന്നു. And the council that functions with you. കർത്താവിന്റെ ദാസനോടൊപ്പം പ്രവർത്തിക്കുന്ന കൗൺസിൽ മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. Good to see Pastor Thomas from the US. It's good to see you. You're still looking good. US-ൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ ബെഞ്ചമിൻ വളരെ നന്നായി ഇരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Dad, I didn't understand anything you said last night, I think, but one thing stood out for me: passion for souls. ഇന്നലെ രാത്രികാലം ബഹുമാനപ്പെട്ട കാനവച്ചൻ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാൽ വില്യം ബൂത്ത് പറഞ്ഞ ആ ഒരു വാക്ക്, ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം, അതെനിക്ക് മനസ്സിലായി. We appreciate God to give us a gift like you. ഇങ്ങനെ ഒരു മഹാനായ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ നമുക്ക് ലഭിച്ചതോർത്ത് അഭിനന്ദിക്കുന്നു. And we need always to honor such gifts. അങ്ങനെ ലഭിച്ച ഒരു വരദാനമാണ്, നമ്മൾ അതിനെ ബഹുമാനിക്കണം. They are with us for a season. If you cannot read this encyclopedia, when it's gone, you can't read it anymore. നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് വീണ്ടും അത് ഉപയുക്തമാക്കി തീർക്കാൻ സാധ്യമല്ല. Let him go empty. നമ്മൾ ശൂന്യമാക്കപ്പെട്ടവരായിട്ട് പോകുക. So draw everything out of him. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നിടത്തോളം സ്വീകരിക്കണം. Now I'm not going to teach, I'm going to preach. ഞാൻ പഠിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. Because we got few minutes. എനിക്ക് അല്പം മിനിറ്റ് മാത്രമേ മുന്നിലുള്ളൂ. Is that okay? എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? I know some of you're going to be late for the queue for food. എനിക്കറിയാം നിങ്ങളിൽ ചിലര് അവിടെ ഭക്ഷണം കിട്ടാനായിട്ട് താമസിക്കും, ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. Just bear with me until 5:02. I'll make sure that you go for food. നിങ്ങൾ വളരെ ദയവായിട്ട് വളരെ ക്ഷമയോടുകൂടി ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. Is that okay? Good. സമ്മതമാണോ? Let's go to Exodus chapter 3 verse 13. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. Moses say to God, മോശ ദൈവത്തോട് പറയുന്നു, suppose I go to the Israelites ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് പോവുകയാണെങ്കിൽ and say to them, അവരോട് പറയുന്നു, the God of your fathers നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം has sent me to you. നിങ്ങളുടെ അടുക്കലേക്ക് എന്നെ അയച്ചിരിക്കുന്നു. And then they in turn ask me, ഞാനത് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നു, what is his name?
അവന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ, then what shall I tell them? ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. Father, it's your word. Let it speak to our heart today. കർത്താവേ, ഇന്ന് രാത്രികാലം നിന്റെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Moses says, suppose I go. മോശ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ. He's not saying I'm going to go. ഞാൻ പോകുകയാണെന്നല്ല പറയുന്നത്. He's not even promising that he'll try to go. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. He brings a supposition, suppose I go. ഞാൻ പോകുമെങ്കിൽ എന്നാണ് പറയുന്നത്. I want to believe that Moses, being somebody who had a fellowship face to face with God, it wasn't going to be difficult for him to go when God gives instruction. അങ്ങനെ മോശ മുഖാമുഖമായി ദൈവത്തോട് സംസാരിച്ച വ്യക്തിയാണ്. അപ്പോൾ പോകുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. He has a difficulty of following the mandate. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് പ്രയാസമാണ്. Not only that, but he does not know who is giving him the mandate. ആ കൽപ്പന കൊടുത്തത് ആരാണെന്ന് താൻ മനസ്സിലാക്കണം. Yet he would speak with the same God face to face, but when it comes to the crux, he does not even know him. എന്നാൽ ഈ സാഹചര്യം വന്നപ്പോൾ, മുന്നമേ താൻ ദൈവത്തെ മുഖാമുഖം അറിഞ്ഞ വ്യക്തിയാണ്. ഈ സാഹചര്യം വന്നപ്പോൾ ദൈവത്തെ അറിയാത്തതുപോലെ സംസാരിക്കുന്നു. Moses was not the only person that has a problem with who God is. തന്റെ പ്രശ്നത്തിന് നടുവിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയവനാണ്. Even the wise men of today, they had problems with who God is. ഇന്നത്തെ ബുദ്ധിമാന്മാരുടെ പ്രശ്നം ഇത് തന്നെയാണ്, ദൈവം ആരാണെന്ന് അറിയത്തില്ല. Paul himself also had a problem with who God is. പൗലോസിനും ഇങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു, ആരാണ് ദൈവമെന്ന്. In Acts 26:15 he asked a question, who are you, Lord? 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു, ദൈവമേ നീ ആരാണെന്ന് ചോദിക്കുന്നു. It's strange that he asked a rhetoric question. He says, who are you? And he says, you, Lord. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ദൈവത്തോടാണ് ചോദിക്കുന്നത്. And Jesus Christ says, I am he whom you persecuting. നീ ഉപദ്രവിക്കുന്ന കർത്താവാകുന്നു എന്ന് ശൗലിനോട് പറഞ്ഞു. A little girl called Helen Keller, at the age of 19 months, she contracted a disease that left her blind and deaf. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു സഹോദരി, അവൾ കേൾക്കാൻ വയ്യാത്തവളും കാണാൻ വയ്യാത്തവളുമായിരുന്നു. At the age of 10, the parents felt that she needed to be educated. അതിനെ 10-ാം വയസ്സിൽ അവളെ പഠിപ്പിക്കണമെന്ന് അവളുടെ പിതാവിനും മാതാവിനും തോന്നി. And they asked Anne Sullivan to teach her. അങ്ങനെ അവളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. The first word she knew, it was the word that Anne wrote on the palm of her hand, water. അവൾക്ക് എഴുതി മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തത് വെള്ളം എന്നുള്ളതാണ് അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. As she got older, they felt that she needed some understanding of religious studies. അങ്ങനെ അവൾ വളർന്നു വന്നപ്പോൾ മതപരമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിച്ചു. And then they sent it to a clergyman called Philip Brooks, who started to teach her about God. ഫിലിപ്പ് ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ തന്നെ അവളെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. It was this little girl who said to the preacher, I knew all about this God, but my problem is I don't know his name. ഞാൻ ആ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു, പക്ഷെ ആ ദൈവത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയോട് പറഞ്ഞു. Even the philosophers wrestled with who he is. ഇന്നത്തെ തത്വവിദന്മാരും ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, ആരാണ് അവനെന്ന്. Plato wrote in Timaeus Dialogue, and he said, but the Father and the Master of all the universe is past finding out, and if found out, you cannot even explain him. എന്നാൽ പ്ലേറ്റോ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഈ സർവ അഖിലാണ്ട ഘടാകത്തെ നിർമ്മിച്ചവനായിരിക്കുന്ന ആ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. To him, God is something that is past. ആ ദൈവത്തിൽ കൂടിയാണ് ചിലത് നമുക്ക് വേണ്ടി പകരപ്പെട്ട് തന്നിരിക്കുന്നത്. And he found it cannot be explained. അത് വ്യക്തമാക്കി തരാൻ പ്രയാസമുള്ള കാര്യമാണ്. But that's not who God is. അതല്ല എന്നാൽ വ്യക്തപരമായിരിക്കും ദൈവം എന്ന് പറയുന്നത്. Herbert Spencer called God the unknowable. ആ അറിയപ്പെടാത്ത ദൈവം എന്ന് വേറൊരാൾ പറഞ്ഞിരിക്കുന്നു. How many people don't know God and yet it's been preached every day? എന്നാൽ ദൈവത്തെ വ്യക്തമായിട്ട് അറിയാതെ എത്ര പേര്
ദിവസേന പ്രസംഗിക്കുന്നുണ്ട്. How many preachers preach about the God they do not know? ദൈവത്തെ അറിയാതെ ദൈവത്തോട് ബന്ധമില്ലാതെ പ്രസംഗിക്കുന്ന എത്ര പ്രസംഗന്മാരുണ്ട്? They sing about him. ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. They testify about him. ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയും. They preach about him. ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കും. But do they know him? എന്നാൽ ദൈവത്തെ വാസ്തവമായിട്ട് അറിയാമോ? When Jesus was entering Jerusalem, യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ people were worshiping him. യേശുവിനെ ആരാധിക്കുകയാണ്. They took their clothes. അവരുടേതായിട്ടുള്ള They വസ്ത്രങ്ങളെല്ലാം laid them on the floor. അവരെ നിലത്തിട്ടു. They cut the palm leaves. അത് അവർ കുരുത്തോലകൾ They വെട്ടി laid them on the floor. അത് നിലത്തിട്ടു. They sang, എന്നിട്ട് പാട്ടുപാടി Hosanna, ഹോശാന Hosanna, ഹോശാന എന്ന് പാടി. blessed is he വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞു. who comes in the name of the Lord. അവൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് In പറഞ്ഞു. the midst of excitement, ഈ ഇതിലുള്ള സന്തോഷത്തിന്റെ മധ്യത്തിൽ in Matthew 21 verse 10, മത്തായി സുവിശേഷം 21-ാം അധ്യായം 10-ാം വാക്യം, one person stopped ഒരു വ്യക്തി അവിടെ നിന്നിട്ട് and say, I see the excitement, ഞാൻ കാണുന്നു ഈ വലിയ സന്തോഷ തിമിർപ്പ്. but who is he? അവൻ ആരാണ്? Do we know him? അവനെ അറിയാമോ? No wonder Paul could boldly say in Philippians 3:10 that I may know him and the power that raised him from the dead and fellowship in his suffering. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, അവനെ അറിയേണ്ടതിനും അവനോടുകൂടെ ഇരിക്കേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിനും അവന്റെ ഉയർപ്പിന്റെ ശക്തി അറിയേണ്ടതിനുമെന്ന്. That I may know him. എനിക്ക് അവനെ അറിയണം. You would think that Paul knows him, നിങ്ങൾ ചിന്തിച്ചേക്കാം പൗലോസിന് ആ കർത്താവിനെ അറിയാമെന്ന്. because he already written 2/3 of the New Testament. അങ്ങനെ ആ പുതിയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളും തന്നാൽ എഴുതപ്പെട്ടതാണ്. But he pauses and says that I may know him. എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് അവനെ അറിയണമെന്ന്. Hallelujah. ഹല്ലേലൂയ. If they ask, അവർ ചോദിക്കുന്നു എന്നിരിക്കട്ടെ, what's his name? അവന്റെ പേരെന്താ? Who will I say send me? ആര് ആണ് എന്ന് ഞാൻ പറയണം. Isn't it strange that he pretends like it's the people that have a problem, whereas he himself is the one with the problem? അവനിങ്ങനെ അഭിനയിക്കുകയാണോ? അവർക്കറിയത്തില്ല ആ ദൈവത്തെ എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണോ? Because he could have easily known who God is and went and did what God asked him. But now he says, the people, if they ask, what will I say, send me? മോശയ്ക്ക് ആ ദൈവത്തെ അറിയത്തില്ലേ? എന്നാൽ ആ മോശ കടന്നുപോയി പറഞ്ഞാ പോരെ ഈ ദൈവം ആരാണെന്ന്. പക്ഷെ അവൻ അറിയാത്തതുപോലെ സംസാരിക്കുകയല്ലേ ഇവിടെ. Doesn't it remind you of somebody who made a calf god because he did not know who God is, and he turned around and said the people wanted a God they could see. എന്നിട്ട് അഹരോന്റെ ആ സമയത്ത് മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ ജനത്തിന് കാണുവാൻ വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു അഹരോൻ. What about us? നമ്മൾ എന്താണ് ചെയ്യുന്നത്? Do we know him? നമുക്ക് അവനെ അറിയാമോ? Then God said to Moses, മോശയോട് ദൈവം പറഞ്ഞു in verse 14 of chapter 3, അതിന്റെ 14-ാം വാക്യം 3-ാം അധ്യായം 14-ാം വാക്യം, who I am send you. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. In Hebrew it was just YHWH. യാഹ് എന്നാണ് ഹീബ്രുവിൽ. And so imagine teaching the children about God and they say, what is his name? YHWH. What does it mean? I don't know. ഇവരോട് പറയണം യാഹുവേ എന്ന്. അതിന്റെ അർത്ഥം എന്താ? എനിക്കറിയത്തില്ല. So which means to me is that the children who were born in Egypt, they knew the name of the gods of the Egyptians, but they did not know the God of their fathers. ഈ മിസ്രൈമിൽ ജനിച്ചു വളർത്തപ്പെട്ടതായതുകൊണ്ട് അവിടുത്തെ ദൈവത്തിന്റെ പേരുകൾ അറിയാം, എന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പേര് അവർക്ക് അറിയത്തില്ല. Because the Egyptians God's name can be easily pronounced. മിസ്രൈമിലുള്ള ദൈവത്തിന്റെ പേരുകൾ വേഗത്തിൽ അവർക്ക്
പറയാൻ കഴിയുന്ന പേരുകളാണ്. But the living God could not be pronounced. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പേര് അവർക്ക് പറയാൻ കഴിയുന്നില്ല. Because they believe that if they call God by name, it will be weakening the grace of God. എന്നാൽ അവര് ചിന്തിക്കുന്ന ആ നാമം പ്രയാസമുള്ള നാമമാണെന്നാണ് ചിന്തിക്കുന്നത്. That is why they couldn't call him by name. അതുകൊണ്ടാണ് അവര് ആ നാമം വിളിക്കാത്തത്. They worshipped him. എന്നാൽ അവർ ആരാധിച്ചവരാണ്. But they couldn't call him by name. എന്നാൽ അവർക്ക് വിളിക്കാൻ കഴിയുന്നില്ല, പേര് വിളിക്കാൻ കഴിയുന്നില്ല. They spoke about his acts. തന്റെ പ്രവർത്തികളെ കുറിച്ച് But they സംസാരിച്ചവർ, couldn't call his name. എന്നാൽ അവന്റെ പേര് വിളിക്കാൻ കഴിയുന്നില്ല. Will the next generation know who this God is? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അറിയാമോ നമ്മുടെ ദൈവം ആരാണെന്ന്? Or will he be forgotten? അതോ അവർ മറക്കുമോ? Are we carrying the testimony of a true God? നാം ആ ദൈവത്തിന്റെ യഥാർത്ഥ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? So they realized the problem that they were faced with. അങ്ങനെയാകുന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിവരിക്കുന്നത് എന്താണെന്ന് അവർ അറിയും. And then they took the vowels from the name Adonai. അടുത്തത് അഡോണായി എന്നുള്ള പേരാണ് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. And they come up with the name Yahweh, ആ പേരിന് യാഹ്വേ എന്നും അർത്ഥമുണ്ട്. which means Jehovah, യഹോവ എന്നാണത്. the God who keeps the covenant. കൽപ്പന ഉടമ്പടി സൂക്ഷിക്കുന്ന ദൈവമെന്ന്. He says, I am the Lord. ഞാനാകുന്നു ദൈവമെന്നാണ് അതിന്റെ അർത്ഥം. He is I am. അവനാണ് ദൈവം. So he became God, Jehovah. അവൻ യഹോവ എന്ന ദൈവമായി തീർന്നു. They could not call him according to his name, but they can call him according to his acts. അവർക്ക് ആ പേരനുസരിച്ച് ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ല. പ്രവൃത്തി അനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് വിളിക്കാം. That's why they call him Jehovah Shammah. അതുകൊണ്ടാണ് യഹോവ ശമ്മ എന്നവരെ God വിളിച്ചത്. who is there. ദൈവം അവരെ നന്നായി അറിയുന്നവൻ. Jehovah Nissi. യഹോവ നിസ്സി എന്നുള്ള God who's our standard. അവരുടെ നിലവാരത്തിനൊത്ത ദൈവം. Jehovah Shalom. യഹോവ ശാലോം എന്ന ദൈവം. God who's peace. ദൈവം സമാധാനത്തിന്റെ ദൈവം. Nothing missing. അവൻ Nothing broken. അവൻ തകർക്കുന്നവനല്ല. So they started to call God according to his deeds and his acts. അവന്റെ പ്രവർത്തികൾ അനുസരിച്ച്, അവന്റെ ആ വലിയ ദൗത്യം അനുസരിച്ച് അവനെ കാണുവാൻ കഴിയുന്നു. Who is God to you? ഇന്ന് രാത്രികാലം ആ ദൈവം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്? Are you only calling God according to his miracles and blessings he has released over your life? നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് ആ അനുഗ്രഹത്തിൽ മാത്രമുള്ള ദൈവത്തെയാണോ കാണുന്നത്? Or do you know him? അതോ വാസ്തവമായ ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? Hallelujah. 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 God wants us to know him. Whom to know is life eternal. നിത്യനായ ദൈവത്തെ അവരറിയണം. Jesus Christ asked a pertinent question in Matthew 16 verse 13. മത്തായി 16 ഇപ്രകാരം ഒരു ചോദ്യം യേശു ചോദിക്കുന്നു പത്രോസിനോട്. He says, who do men say I am? മനുഷ്യർ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് പത്രോസിനോട് ചോദിച്ചു. Do you know it is easy to ask people a question like that because it is easy for them to answer it. അങ്ങനെ ഉള്ള ചോദ്യം ചോദിക്കാൻ വളരെ എളുപ്പമാണോ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ എളുപ്പമാണോ? Every year I give our church people a piece of paper. They don't have to write a name. What do they think about me? ഞാൻ എല്ലാ വർഷവും എൻ്റെ സഭയിലുള്ള വിശ്വാസികൾക്ക് പേപ്പർ കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ പേരൊന്നും എഴുതണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് എഴുതാൻ പറയും. I use that as my self evaluation. അത് എൻ്റെ സ്വയം പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. Some write weird things. എന്നെ കുറിച്ച് വിചിത്രമായ ചില കാര്യങ്ങളൊക്കെ ചിലർ എഴുതി വെക്കും. But I have always to ask myself, is there merit in what they wrote? അത് അവർ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പരിശോധിക്കും. Who do people say I am? ഞാൻ ആരാണെന്ന് അവർ എന്തു പറയുന്നു? And the disciples that dished out all the answers the people said. അവര് മനുഷ്യർ പറയുന്ന ഉത്തരം പറഞ്ഞു. But he turns around and he says, who do you say I am? എന്നാൽ നീ എന്തു പറയുന്നു ഞാൻ ആരാണെന്ന്? And everyone was stuck. എല്ലാവരും നിശബ്ദരായി. And Peter comes out bursting and he says, thou art the Christ,
the Son of a living God. പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. He said, Simon Barjona, flesh and blood has not revealed this to you, ജഡരക്തങ്ങളല്ല ശീമോനെ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, but the Father in heaven has revealed it to you. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമത്രേ നിനക്കിത് വെളിപ്പെടുത്തി Flesh and blood has not revealed it to you. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. And he says, Petros, upon Petra I will build my church, and the gates of hell shall not prevail against it. ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. Peter, upon the rock of your confession I will build my church. നിന്റെ ഏറ്റുപറച്ചിലാകുന്ന ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നാണ് യേശു പത്രോസിനോട് പറഞ്ഞത്. God wants to build his church with your confession. നിങ്ങളുടെ ഏറ്റുപറച്ചിലാണ് ദൈവത്തിന് സഭ പണിയപ്പെടേണ്ടത്. What confession are you carrying? ഏത് തരത്തിലുള്ള ഏറ്റുപറച്ചിലാണ് നിങ്ങൾ നടത്തുന്നത്? You cannot confess about him whom you don't know. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവനെ കുറിച്ച് ഏറ്റുപറയാൻ സാധ്യമല്ല. What confession are you carrying? നിങ്ങൾ ഏത് തരത്തിലുള്ള ഏറ്റുപറച്ചിലാണ് Because he നടക്കുന്നത്? wants to build his church. കാരണം ദൈവത്തിന് And തന്റെ the സഭയെ gate പണിയണം. of hell പാതാള ഗോപുരങ്ങൾ shall not ജയിക്കാത്തൊരു prevail സഭയെ against പണിയണം. the church. ആ സഭയെ പണിയണം. One day I went to buy curtains with my wife. ഞാൻ Curtains. കർട്ടൻ വാങ്ങിക്കാനായിട്ട് എന്റെ വൈഫിന് വേണ്ടി കർട്ടൻ We വാങ്ങിക്കാൻ ഞാൻ പോയി. came to the store. ഞാൻ അങ്ങനെ കടകളിൽ പോയി. And then I saw this guy with a t-shirt written Jesus cares. അവിടെ ഒരു വിൽപ്പനക്കാരനായിരിക്കുന്ന നിൽക്കുന്ന ആ ഒരുവന്റെ ടീഷർട്ടില് യേശു കരുതുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യവുമായിട്ട് ഒരുവനെ കണ്ടു. I said, wow, what a statement. എന്തൊരു നല്ല ആപ്തവാക്യമെന്ന് ഞാൻ പറഞ്ഞു. And so he got excited. അത് കേട്ടപ്പോൾ അവന് വലിയ അത്ഭുതാവഹമായി തീർന്നു. He started to preach at me. എന്നിട്ട് അവൻ ഇങ്ങനെ എന്നോട് പ്രസംഗിക്കാൻ തുടങ്ങി. So I listened. ഞാൻ കേട്ടിരുന്നു. And then at the end he says, are you saved? എന്നോട് ചോദിച്ചു അവസാനമായിട്ട്, നീ രക്ഷിക്കപ്പെട്ടവനാണോ? I said, yes. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. He said, which church do you go to? നീ ഏത് സഭയിലാണ് പോകുന്നത്? I said, Grace Tabernacle. ഗ്രേസ് ടാബർനാക്കിൾ He said, ചർച്ചിൽ. who's your pastor? നിന്റെ പാസ്റ്റർ ആരാണെന്ന് ചോദിച്ചു. I said, Takalani. ടെക്കലാനി എന്ന് പറഞ്ഞു. Then he says, I know the man. എനിക്ക് ആ മനുഷ്യനെ അറിയാം. He started telling me about me. എന്നിട്ട് എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു. My wife was in stitches. എന്നിട്ട് എന്റെ ഭാര്യ ഇങ്ങനെ വളരെ She was laughing. She was finished. അവള് ഇങ്ങനെ വളരെ നന്നായി ചിരിക്കാൻ തുടങ്ങി. Because this man is telling me about me. ആ മനുഷ്യൻ ഈ വ്യക്തിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. But he's thinking that he's telling me about my pastor. പക്ഷേ താൻ ചിന്തിക്കുന്നത് ഈ കർത്തദാസന്റെ പാസ്റ്ററോടാണ് സംസാരിക്കുന്നെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. Everything he said was right. അവൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. Everything. എല്ലാം. But the man did not know me. പക്ഷെ അവന് എന്നെ വാസ്തവത്തിൽ അറിയത്തില്ല. He knew about me. എന്നെ കുറിച്ച് ഏകദേശം അറിഞ്ഞു. Are you getting me, saints? എന്നെ ഞാൻ പറയുന്നത് The മനസ്സിലാവും. man claimed to know me. ആ മനുഷ്യൻ എന്നെ അറിയാവുന്ന രീതിയിൽ He did സംസാരിച്ചു. not know me. പക്ഷെ എന്നെ അറിയത്തില്ല. He knew about me. എന്നെ കുറിച്ച് അറിയാം. He ഏതാണ്ട് അറിയാം. told me about me. എന്നെ കുറിച്ച് ഏതാണ്ട് പറഞ്ഞു. And he did not know me. എന്നാൽ വാസ്തവത്തിൽ എന്നെ The അറിയത്തില്ല. danger of being a preacher. ഇതാണ് ഒരു പ്രസംഗകന്റെ അപകടം. You may preach about the God you know about. നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ You പ്രസംഗിച്ചെന്നിരിക്കാം. may testify about the God you know about. നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന ഒരു ദൈവത്തെ കുറിച്ച് സാക്ഷിച്ചെന്നിരിക്കാം. You may even lay hands on people that will be healed about the name of a God you know about. ദൈവത്തെ കുറിച്ച് ഏകദേശം അറിയാവുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് രോഗികൾ But knowing സൗഖ്യമുണ്ടായേക്കാം. about God doesn't mean that you know God. ദൈവത്തെ നിങ്ങൾ ഏകദേശം അറിയുന്നു എന്നുള്ളതല്ല വിഷയം. Are you with me? എന്റെ കൂടെ ഇപ്പൊ നിങ്ങളുണ്ടോ? That is why he said it's not all that says Lord, Lord, Lord that will see his kingdom. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത് എന്ന് യേശു പറഞ്ഞു. Because some will say we have cast out demons in your name. കർത്താവ് പറഞ്ഞു എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങൾ Some will പുറത്താക്കിയിട്ടുണ്ടാകാം. say we have healed the sick in your name.
കർത്താവേ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് But he will say, depart from me, you evildoer, I do not know you. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നാണ് യേശു അവരെ കുറിച്ച് പറയുന്നത്. Paul puts it this way. പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. He says, lest I preach ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിൽ and be accursed. ഞാൻ പുറത്താക്കവനാണ്. The other version put it this way. ഇത് മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്. Lest I preach ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിൽ and be a step ladder of others to enter and I remain behind. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്തവനായി പുറന്തള്ളപ്പെട്ടവനായി പോകും. Do we know this God? ഈ കർത്താവിനെ അറിയാവുന്നവർ എത്ര പേരുണ്ട്? അടുത്തറിയാവുന്നവർ. He gave Moses an answer, but Moses could not even get it. He says, I am. മോശയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. മോശയോട് ദൈവം പറഞ്ഞു, ഞാനാകുന്നു. Jesus says, I am the way, I am the truth, I am the life. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴി, സത്യം, ജീവൻ. He says, I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാണ്. He says, I am water. ഞാൻ വെള്ളമാകുന്നു. If you drink of me, you'll never thirst. ഞാൻ ജീവജല നദിയാകുന്നു. നീ കുടിക്കുമെങ്കിൽ നിങ്ങളുടെ ദാഹം ശമിക്കും. Beloved, I knew about this God. പ്രിയമുള്ളവരെ, ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു. I used to call myself an atheist. ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. But one day when this God messed me around, എന്നാൽ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ ഞാൻ കുഴഞ്ഞു. I turned around. ഞാൻ പുറകോട്ട് തിരിഞ്ഞിട്ട് I came to a meeting. ഞാനൊരു യോഗത്തിലേക്ക് My sister invited me. എന്റെ സഹോദരി എന്നെ ക്ഷണിച്ചു I കൊണ്ടുപോയത്. said to her, ഞാൻ അവളോട് പറഞ്ഞു, I'm going this once, don't invite me again. ഞാൻ വീണ്ടും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. I came with the jeans on and a beret on. ഞാൻ ഒരു ജീൻസ് ഒക്കെ ധരിച്ചാണ് അവിടെ ചെന്നത്. I came to church with my hands in the pocket ഞാൻ എന്റെ കൈയൊക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട്, because I did not know this God. എനിക്ക് ആ ദൈവത്തെ അറിയത്തില്ല. They were worshiping. അവര് ആരാധിക്കുന്നു. I saw some of the guys I was at university with. അങ്ങനെ അവിടെ ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടു. They were weeping. അവര് കരയാണ്. And I look at them. ഞാൻ അവരെ നോക്കിയിട്ട് I say, look at this Potamaris. അവരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. Simply put, look at these CCs. ഞാൻ കാണ എന്ന് പറഞ്ഞു. And I started to laugh at them. ഞാൻ അവരെ നോക്കി ചിരിച്ചു. When I was laughing, അവര് ചിരിക്കുന്നു. I felt the hands clasping me. എന്നാൽ എന്നെ ഒരു കരം പിടിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. I looked around. ഞാൻ പുറകോട്ട് തിരിഞ്ഞിട്ട് There was no one. ആരും അവിടെ ഇല്ല. These hands picked me up. എന്നെ പൊക്കുന്നതായിട്ട് എനിക്ക് തോന്നി. I was not dreaming. ഞാൻ ദർശനം കാണുന്നവനായിരുന്നില്ല. It was during the day. അവൻ ആ ദിവസം ഒരു പകൽക്കാലമായിരുന്നു. These hands threw me against the wall. എന്നെ ആ കരമെടുത്ത് അവിടെയുള്ള ഭിത്തിക്ക് നേരെ എറിഞ്ഞു. I hit the wall. ഞാൻ ആ ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു. I hit the floor. ഞാൻ തറയിൽ വീണു. I wept for 1 solid hour. ഞാൻ ഒരു മണിക്കൂർ അവിടെ കിടന്ന് കരഞ്ഞു. I'm not preaching about the God I heard people talk about. ജനങ്ങൾ സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. I'm not preaching about the God in a book. ഞാൻ ഈ പുസ്തകത്തിലുള്ള ദൈവത്തെ കുറിച്ചല്ല I'm പറയുന്നത്. preaching about the God who shook me. എന്നെ കുലുക്കിയ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm preaching about a God who smacked me. എന്നെ എടുത്തെറിഞ്ഞിയ ദൈവത്തെ കുറിച്ചാണ് ഞാൻ I'm പറയുന്നത്. preaching about a God I know. എനിക്കറിയാവുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ Do പറയുന്നത്. you know him? നിങ്ങൾക്ക് അവനെ അറിയാമോ? Or do you know about him? അവനെ കുറിച്ച് അറിയാമോ? Praise the Lord. ദൈവത്തെ സ്തുതിച്ചാട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്. Nobody preached to me. ആരും എന്നോട് പ്രസംഗിച്ചില്ല. It was during worship. അവരുടെ ആരാധന I മധ്യത്തിൽ was laughing at these believers, ഞാൻ ഈ വിശ്വാസികളെ നോക്കി which ചിരിക്കുകയായിരുന്നു. I thought they were fools. അവരെ മണ്ടന്മാർ, മടയന്മാർ എന്ന് വിളിച്ചുകൊണ്ട്, But he who laughed last എന്നാൽ എന്റെ ചിരി കണ്ടവനുണ്ട്. laughed the best. നീ ചിരിക്ക, നന്നായി ചിരിക്ക. He smacked me. എന്നാൽ എന്നെ എടുത്ത് ആ കരം എറിഞ്ഞു. Because his word says, do not be deceived. നിങ്ങൾ വഞ്ചിതരാകരുതെന്ന്. God is not mocked. ദൈവം കളി പറയുന്നവനല്ല. I thought I'm mocking them.
ഞാൻ അവരെ നോക്കി കളിയാക്കി. Whereas I'm mocking their God. അവരുടെ ദൈവത്തെയാണ് ഞാൻ കളിയാക്കിയത് വാസ്തവത്തിൽ. Do you know him? നിങ്ങൾക്ക് അവനെ അറിയാമോ? You need an experience as a servant of God with God. നിങ്ങൾ ഒരു ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു അനുഭവം വേണം. You cannot be intimate with God and never be pregnant with his purpose. നിങ്ങൾക്ക് ആ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ അങ്ങനെ ഒരു പൂർണ്ണ നിലവാരത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല. If you have not had an experience with God, it's high time that you seek a moment in time and get a place where you can sit and lock yourself up and meet with him. നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ വയ്യെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിട്ട് ആ ദൈവത്തെ നന്നായി അറിയാനായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയെടുക്കുക. If you know God, you will even prosper in the desert. നിങ്ങൾ ആ ദൈവത്തെ നന്നായിട്ട് അറിയാമെങ്കിൽ മരുഭൂമിയിൽ നിങ്ങൾക്ക് തഴച്ചു വളരാൻ കഴിയും. Nothing is impossible with him. ഒന്നും ആ ദൈവത്താൽ അസാധ്യമല്ല. I'm not talking about the God I heard people talk about. ജനങ്ങൾ സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. I'm talking about the God I know. എനിക്കറിയാവുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm talking about the God who healed me from cancer when the professor said you got only 3 months to live. നിനക്ക് 3 മാസമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് എന്റെ ക്യാൻസറിനെ സൗഖ്യമാക്കിയ ഒരു ദൈവത്തെയാണ് എനിക്കറിയാവുന്നത്. And my mother said to the professors, my son will not die because God said he'll preach the gospel to the nations. എന്റെ മാതാവ് ആ ഡോക്ടറോട് പറഞ്ഞു, എന്റെ മകൻ മരിക്കത്തില്ല, അവനോട് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്, അവൻ ദൈവത്തിന്റെ ദാസനായി തീരുമെന്ന്. That's a God I know. ആ ദൈവത്തെയാണ് എനിക്ക് അറിയാവുന്നത്. How do you know your God? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? Do you know him? നിങ്ങൾക്ക് അവനെ അറിയാമോ? Or are you like Moses, നിങ്ങൾ മോശയെ പോലെയാണോ? who comes into his presence അവൻ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു and never stop to know him intimately? അവനെ അടുത്തറിയുന്നതിൽ നിങ്ങൾ ഒരിക്കലും നിന്നു പോകരുത്, നിർത്തിക്കളയരുത്. Today people when they pray, ജനങ്ങൾ പ്രാർത്ഥിക്കാൻ ഇന്ന് വരുമ്പോൾ they'll come in. അവര് മുന്നോട്ട് വരും. Amen. കർത്താവിന്റെ ദാസൻ കാണിച്ചതുപോലെ ഏതാണ്ടൊക്കെ ബ്ലാബ്ലായൊക്കെ പറഞ്ഞ് ആമേൻ പറയും. And they walk away. എന്നിട്ട് അവര് മടങ്ങിപ്പോകും. God is waiting. എന്നാൽ ദൈവം When am I going to talk? നോക്കി നിൽക്കുകയാണ്, ഞാൻ എങ്ങനെ You are സംസാരിക്കും? the only one speaking. നീയാണല്ലോ ഇങ്ങനെ കലബിലാന്ന് പറഞ്ഞ് The സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. problem is we don't know him. എന്നാൽ ഇവിടെ പ്രശ്നം ദൈവം അറിയാൻ പോകുന്നില്ല. We know about him. നമ്മൾ അവനെ അറിയണം. That I may know him ഞാൻ അവനെ അറിയണം. and the power അവന്റെ ശക്തി, that raised him. പുനരുത്ഥാനത്തിൽ വ്യാപരിച്ച ശക്തി. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Paul started this way because he thinks he knows God. പൗലോസ് ചിന്തിച്ചു തനിക്ക് ദൈവത്തെ അറിയാമെന്ന്. I, Paul, the servant of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എനിക്ക് ദൈവത്തെ അറിയാം. Then he comes around. എന്നിട്ട് അവൻ ഇങ്ങനെ ചുറ്റിത്തെരിഞ്ഞിട്ട് I, Paul, the least of the least. ഏറ്റവും ചെറിയവനാകുന്ന എനിക്ക്. Then he comes back again. He says, I, Paul, the chief of all sinners. പാപികളിൽ ഒന്നാമനായിരിക്കുന്ന എനിക്ക്. Because you will never be in his presence and never see your weaknesses. എന്നാൽ ഒരിക്കലും അവൻ ദൈവ സാന്നിധ്യത്തിലായിരുന്നില്ല, അവന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ടുമില്ലായിരുന്നു. Oh, that we may know him. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അവനെ നമ്മൾ നന്നായി അറിയണം. God bless you. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.